സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നടി സുജിത ധനുഷ് വിജയിച്ചത് ടെലിവിഷൻ സീരിയലുകളിലാണ്. ഇടയ്ക്ക് മലയാളത്തിലും അഭിനയിക്കാറുണ്ടെങ്കിലും സുജിത തമിഴ് സീരിയലുകളാണ് സജീവമായിരിക്കുന്നത്. അഭിനയത്തിനൊപ്പം കുടുംബജീവിതവും മനോഹരമായി കൊണ്ടുപോകാൻ നടിക്ക് സാധിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ജനറേഷനിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ നടിയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. നടിമാരായ വനിത വിജയകുമാറിനും ശാന്തി വില്യംസിനുമൊപ്പം തമിഴിൽ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സുജിത ധനുഷ്. ചെറിയ പ്രായത്തിൽ തന്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുമായിരുന്നു. അന്ന് ഒരക്ഷരം എതിർത്ത് പറയാനോ പ്രതികരിക്കാനോ തനിക്ക് സാധിച്ചില്ല. എന്നാൽ കാലം മാറിയപ്പോൾ ഇന്ന് താനും ഭർത്താവും തമ്മിലുള്ള വാക്കുതർക്കത്തിനിടയിൽ മകൻ കയറി വരുന്ന രീതിയെക്കുറിച്ചാണ് നടി സംസാരിച്ചത്. ജനറേഷൻ മാറുന്നത് ആഘോഷിക്കേണ്ടത് തന്നെയാണ്. കാരണം അതിൽ ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങൾ ഉണ്ടെന്ന് നടി സുജിത പറയുന്നു. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പാണ് കൂടുതലായിട്ടും ഉണ്ടാകേണ്ടത്. വഴക്ക് കൂടുകയാണെങ്കിലും അതിലൊരു തർക്കമുണ്ടാകും. ചിലപ്പോൾ അതൊരു ഹെൽത്തി ആർഗ്യുമെന്റ് ആയിരിക്കും. അതെല്ലാം താനിപ്പോൾ ആസ്വദിക്കുന്നുണ്ടെന്നും സുജിത തുറന്നു പറയുന്നു. തനിക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്റെ മാതാപിതാക്കൾ തമ്മിൽ ഇതുപോലെ വഴക്ക് കൂടാറുണ്ടായിരുന്നു. തനിക്കെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള പ്രായമുണ്ട്. തന്റെ അനിയത്തിക്ക് 4-4.5 വയസ്സോ മറ്റേ ഉള്ളൂ. അവൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. തന്റെ ചേട്ടന് ടീനേജ് പ്രായമാണ്. വീട്ടിലെ വഴക്ക് കാണുമ്പോൾ ചേട്ടൻ ഇറങ്ങി പുറത്തേക്ക് പോകും. അവനൊരു ആൺകുട്ടിയാണെന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ ആ 15ാമത്തെ വയസ്സിൽ പുറത്തു പോകാൻ സാധിക്കില്ല എന്നാണ് സുജിത പറഞ്ഞത്. അച്ഛനും അമ്മയും വഴക്ക് കൂടുമ്പോൾ താൻ കട്ടിലിന്റെ സൈഡിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയായിരിക്കും. അങ്ങനെ പേടിച്ച് ഒളിച്ചിരുന്ന് തന്നെ തനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഭയന്നിരിക്കാനേ അന്ന് സാധിച്ചിരുന്നുള്ളൂ. അമ്മ അടി വാങ്ങുകയാണെന്ന ഭയവും ഈ വഴക്ക് പുറത്തുള്ളവർ കേട്ടിട്ട് തങ്ങളെ കളിയാക്കുമോ എന്ന ആശങ്കയും ഒക്കെ തനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ താനും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും വഴക്ക് നടക്കുകയാണെങ്കിൽ, വഴക്കല്ല ആശയപരമായിട്ടുള്ള തർക്കമാണെങ്കിലും ഇത് കേട്ടിട്ട് തന്റെ മകൻ കയറി വരും. എന്ത് ശബ്ദമാണിതെന്നും ഒച്ച കുറയ്ക്കാനും പറയും. അവനിപ്പോൾ വെറും 10 വയസ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ താൻ എങ്ങനെയായിരുന്നു എന്ന് ഓർക്കുമ്പോൾ വലിയ വ്യത്യാസമാണ് തോന്നുന്നതെന്നാണ് നടി സുജിത വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഇതേ അഭിമുഖത്തിൽ നടിമാരായ ശാന്തി വില്യംസും വനിത വിജയകുമാറും പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു. ഭർത്താവിൽ നിന്ന് തനിക്ക് എത്ര സുഖകരമായ അനുഭവമല്ല നേരിടേണ്ടി വന്നതെന്ന് മുൻപ് പലപ്പോഴും നടി ശാന്തി വില്യംസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഒന്നിനും സ്വാതന്ത്ര്യമില്ലായിരുന്നുവെന്നാണ് ശാന്തി വില്യംസ് പറഞ്ഞത്. അടി കിട്ടിയാൽ പോലും അത് സഹിച്ച് ഭർത്താവിന്റെ കീഴിലാണ് ജീവിക്കേണ്ടിയിരുന്നത്. വീട്ടുകാരോട് പറഞ്ഞാലും അവരും ഒതുങ്ങി ജീവിക്കാനായിരിക്കും പറയുക. എന്നാൽ ഒരു സാരി വാങ്ങാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതമായിരുന്നു തന്റേതെന്നും ശാന്തി വില്യംസ് അഭിമുഖത്തിൽ പറഞ്ഞു. തങ്ങളുടെ കാലത്ത് പെണ്ണുങ്ങൾ അടങ്ങി ജീവിക്കണമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും സാധിക്കും. പക്ഷെ ആ കാലത്ത് സംസാരിക്കാൻ പോലും പാടില്ല. ഭർത്താവിന് വിധേയായി വേണം ജീവിക്കാൻ. അങ്ങനെ പറഞ്ഞിട്ടാണ് തന്റെയൊക്കെ കല്യാണം പോലും നടന്നതെന്നും ശാന്തി വില്യംസ് പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇതിനേക്കാൾ വലുത് ഞങ്ങളും അനുഭവിച്ചതാണെന്ന് പറയും. അടി കിട്ടിയാലും വീട് ഉപേക്ഷിച്ച് വരാൻ പാടില്ല. അവിടെ ഇരുന്ന് കരഞ്ഞു തീർത്തുകൊള്ളണം. പിന്നെയും പഴയതുപോലെ ഭക്ഷണം ഉണ്ടാക്കുകയും വീട്ടിലെ പണികൾ തുടരുകയും ചെയ്യണമെന്നും ശാന്തി വില്യംസ് പറഞ്ഞു. ഇന്നത്തെ കാലം അങ്ങനെയല്ല. ചെറിയ കുട്ടികൾ പോലും നമ്മളെ ഉപദേശിക്കുകയാണ്. ഇടയ്ക്ക് തന്റെ മകൾക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായി. തന്റെ മുന്നിൽ വെച്ച് മരുമകൻ മകളെ അടിക്കാൻ നോക്കി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുമെന്ന് അവനോട് പറഞ്ഞു. പക്ഷെ തങ്ങളുടെ കാലത്ത് അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നും 25 വർഷം താൻ അയാളുടെ കീഴിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഭർത്താവാണ് തന്നെ കൺട്രോൾ ചെയ്തിരുന്നതെന്നും ശാന്തി വില്യംസ് വ്യക്തമാക്കി. ഒരിക്കൽ പോലും അത് ഉപേക്ഷിച്ച് പോരാനോ ഒന്ന് പുറത്തിറങ്ങാൻ പോലും സാധിച്ചില്ല. 2005 ശേഷമാണ് ധൈര്യത്തോടെ താൻ പുറത്തുകൂടി നടക്കാൻ തുടങ്ങിയത് തന്നെ. ഒരു സാരിയോ ബ്ലൗസോ വാങ്ങാൻ പോലും അധികാരം ഉണ്ടായിരുന്നില്ല. അതൊക്കെ തന്റെ ഭർത്താവായിരുന്നു വാങ്ങി തന്നിരുന്നതെന്നും ശാന്തി വില്യംസ് വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.